പ്രാങ്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് പ്രാങ്ക്. ആദില അങ്ങ് ഇല്ലാതായിപ്പോയി. ഇന്ന് മിഡ് വീക്ക് എവിക്ഷൻ ആണെന്ന് പറഞ്ഞ് ആദിലയെ പ്രാങ്ക് ചെയ്യുവാൻ വേണ്ടി ഷാനവാസിനെ ബിഗ് ബോസ് ഒരു സീക്രട്ട് ടാസ്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് ആദിലയെ നോമിനേറ്റ് ചെയ്തു. ആ സമയം ബിഗ് ബോസ് പറഞ്ഞു ആദിലയ്ക്ക് പ്രധാന വാതിലിലൂടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തോട്ട് വരാമെന്ന്. ആദില വേഗം നൂറയെ പിടിച്ച് ബെഡ്റൂമിലോട്ടേക്ക് പോയി. എന്നിട്ട് അവിടെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. നൂറ കരഞ്ഞില്ല, എന്നാൽ ആദില പൊട്ടി കരയുന്നുണ്ടായിരുന്നു. കുറേ കാര്യങ്ങളെല്ലാം ആദില നൂറയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഇത് കണ്ടുകൊണ്ട് അനുമോളും കരയുവാൻ തുടങ്ങി. പോകുന്ന മുന്നേ എല്ലാവരോടും യാത്ര പറഞ്ഞു. അവസാനം ലക്ഷ്മിയോടും ഷാനവാസിനോടും മാത്രമായിരുന്നു യാത്ര പറയാതിരുന്നത്. അനുമോളോടും നൂറയോടും ചോദിച്ചു അവരോട് യാത്ര പറയണോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞിട്ട് പൊക്കോ എന്ന്. അങ്ങനെ ലക്ഷ്മിക്ക് കൈ കൊടുത്തു. അവസാനം ഷാനവാസിൻ്റെ അടുക്കലേക്ക് കൈ കൊടുക്കുവാൻ വേണ്ടി പോയപ്പോൾ ഷാനവാസ് ഇഗ്നോർ ചെയ്ത് പോവുകയായിരുന്നു. ആ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ തന്നെ ആദിലയ്ക്ക് വളരെയധികം ദേഷ്യം വന്നു. അവസാനം എഫ് കൂട്ടി ഒരു തെറി വിളിക്കട്ടെ എന്ന് നൂറയോട് പറഞ്ഞു. അപ്പോൾ നൂറ പറഞ്ഞു ഒന്നും മിണ്ടാൻ നിൽക്കണ്ട, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും പ്രധാന വാതിലിൻ്റെ അവിടെ എത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുവാൻ പറഞ്ഞപ്പോൾ ആദില പറഞ്ഞു എൻ്റെ ഫ്രെയിമിൽ ഷാനവാസ് വേണ്ട, എനിക്ക് ഒട്ടും താല്പര്യമില്ല. ചെറ്റകൾ എന്നും ചെറ്റകളായി തന്നെ നിൽക്കുകയുള്ളൂ, അതുകൊണ്ട് എനിക്ക് അയാളുടെ കൂടെ ഫോട്ടോ എടുക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ഹൗസ്മേറ്റ്സിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുകയായിരുന്നു. ആ ഫ്രെയിം ഒരുപാട് നേരം ഷാനവാസിനെ കാണിച്ചുകൊണ്ടേ നിന്നു. അത് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഒരു വിഷമം തോന്നി. പ്രാങ്ക് ആണെങ്കിലും അത് യഥാർത്ഥത്തിലായിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സഹിക്കാൻ പറ്റാത്ത ഒരു നിൽപ്പായിരുന്നു ഷാനവാസിൻ്റേത്. ഷാനവാസ് ഇതെല്ലാം നോക്കി കാണുന്നുണ്ട്, എന്നാൽ ഉള്ളിൽ നല്ല വിഷമവുമുണ്ട്. ഇത്രത്തോളം മനസ്സുകൊണ്ട് സ്നേഹിച്ച പെങ്ങളൂട്ടികളാണല്ലോ ഷാനവാസിനോട് ഇങ്ങനെ ചെയ്തത്. പ്രാങ്ക് ആണെങ്കിലും ചില സത്യങ്ങളെല്ലാം പുറത്തു വരുന്ന സമയമായിരുന്നു അത്. അങ്ങനെ ആദില പ്രധാന വാതിലൂടെ പുറത്തോട്ടേക്ക് ഇറങ്ങുവാൻ വേണ്ടി നിന്നപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ആദില അകത്തോട്ട് കയറൂ എന്ന്. ആദിലയ്ക്ക് വിശ്വസിക്കാനായില്ല. അവസാനം അവിടെ വെച്ച് ബിഗ് ബോസ് പറഞ്ഞു ഇത് ഒരു പ്രാങ്ക് ആയിരുന്നു എന്ന്. അതുവരെ കരയാതെ പിടിച്ചു നിന്ന നൂറ അപ്പോഴായിരുന്നു പൊട്ടിക്കരഞ്ഞത്. ആദിലയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയായിരുന്നു. കൂടെ അനുമോളും കൂടി. പ്രധാന വാതിലിൻ്റെ അവിടെ നിന്നുകൊണ്ട് ആദില പറയുകയായിരുന്നു ഇതിലൂടെ തന്നെ പുറത്തോട്ട് പോകാമായിരുന്നു, എങ്ങനെയാണ് ഞാൻ അവിടെ ബാക്കിയുള്ളവരെ ഒന്ന് ഫേസ് ചെയ്യുക, എനിക്ക് പറ്റുന്നില്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നന്നായി റബ്ബേ, ഞാൻ ഷാനവാസ് ഖാനെ തെറിയൊന്നും വിളിക്കാഞ്ഞത്, ഇല്ലെങ്കിൽ മൂപ്പരാളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കുമെന്നൊക്കെയായിരുന്നു അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം അവിടെ നിന്ന് അകത്തേക്ക് കയറുന്ന മുന്നേ ഷാനവാസ് അവിടെ പോക്കറ്റിൽ കൈ കെട്ടി നിൽക്കുകയായിരുന്നു. ഷാനവാസിനെ പോയി കെട്ടിപ്പിടിക്കുകയായിരുന്നു ആദിലയും നൂറയും. രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്ന ആ ഫ്രെയിം കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഒന്നുമില്ലെങ്കിലും ഒരുപാട് നാൾ അവർ ആങ്ങളൂട്ടിയും പെങ്ങളൂട്ടിയും ഒക്കെ കളിച്ചവരല്ലേ. അത് കണ്ടപ്പോൾ തന്നെ വിഷമം തോന്നി. ഇന്നത്തെ ആ എപ്പിസോഡ് കണ്ടപ്പോൾ പ്രാങ്ക് ആണെങ്കിലും കണ്ണുകൾ അറിയാതെ നനഞ്ഞുപോയി. എന്നിട്ട് ഒരുപാട് പരാതിയും പരിഭവവും ഷാനവാസിനോട് പറഞ്ഞു. കുറേ നേരമായിരുന്നു ആദിലയും നൂറയും ഷാനവാസിനെ കെട്ടിപ്പിടിച്ച് നിന്നത്. അവസാനം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു പ്രാങ്ക് ചെയ്ത ഷാനവാസിനും മറ്റുള്ളവർക്കും അഭിനന്ദനങ്ങൾ എന്ന്. എന്തായാലും ഇന്നത്തേത് ഒരു ഒന്നൊന്നര എവിക്ഷൻ പ്രാങ്ക് ആയിരുന്നു. പ്രമോ കണ്ടപ്പോൾ സീരിയസ് ആണെന്ന് വിചാരിച്ചെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതെല്ലാം ഒരു പ്രാങ്ക് ആണെന്ന്. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.